തൃശൂരിലെ വോട്ട് ക്രമക്കേട് ആരോപണത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ പോലീസ് അന്വേഷണം വരുന്നു. കോൺഗ്രസ് നേതാവ് ടി.എൻ. പ്രതാപൻ നൽകിയ പരാതിയിലാണ് പ്രാഥമികമായി അന്വേഷണം നടത്തുന്നത്. സുരേഷ് ഗോപി നടത്തിയത് ക്രിമിനൽ കുറ്റമാണെന്ന് ടി.എൻ. പ്രതാപൻ. സുരേഷ് ഗോപിക്കെതിരായ ആരോപണങ്ങൾ കൊതിക്കെറിവിന്റെ ഭാഗമാണെന്നാണ് ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശിന്റെ പരിഹാസം. തൃശൂരിലെ വോട്ട് ക്രമക്കേട് ആരോപണങ്ങൾ ശരിവെക്കുന്ന തെളിവുകൾ പുറത്തുവന്ന പശ്ചാത്തലത്തിലാണ് കോൺഗ്രസിന്റെ നീക്കം. സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോയ്ക്ക് ടി.എൻ. പ്രതാപൻ നൽകിയ പരാതിയിലാണ് അന്വേഷണം. വ്യാജരേഖ ചമച്ച് വോട്ടർ പട്ടികയിൽ വോട്ട് ചേർത്തുവെന്നും വ്യാജ സത്യവാങ്മൂലം നൽകിയെന്നും ക്രിമിനൽ നടപടി പ്രകാരം നിയമ നടപടി സ്വീകരിക്കണമെന്നുമാണ് പരാതി. പരാതിയിൽ പോലീസ് നിയമോപദേശം തേടും. വ്യാജ സത്യവാങ്മൂലം കൊടുത്ത് വോട്ടർ പട്ടികയിൽ പേര് എൻട്രി ചെയ്ത ആളെ വോട്ട് അസാധാക്കുന്നതോടുകൂടി ആളുടെ പാർലമെൻറ്റ് അംഗത്വം ഇല്ലാതായി മാറും. ഈ കാര്യത്തിൽ ഞങ്ങൾ ക്രിമിനൽ കേസിന് വേണ്ടിയിട്ടാണ് പരാതി കൊടുത്തിരിക്കുന്നത്. അത് പോലീസ് പരിശോധിച്ച് ക്രിമിനൽ കേസ് എടുക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സുരേഷ് ഗോപിക്കെതിരെ CPIM-ഉം കോൺഗ്രസും ആവർത്തിച്ച് നുണപ്രചാരണം നടത്തുന്നുവെന്ന് ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശ്. സുരേഷ് ഗോപിക്കെതിരായിട്ട് ഉയർത്തുന്ന ഈ ആരോപണങ്ങൾ അതൊരു കൊതിക്കെറിവിൻ്റെ ഭാഗമായിട്ട് മാത്രമേ ഞങ്ങളതിനെ കാണുന്നുള്ളൂ. തൃശ്ശൂരിലെ വോട്ടർ പട്ടികയുമായി എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഇവരെന്തുകൊണ്ടാണ് നേരത്തെ പറയാതിരുന്നത്? ജില്ലാ കളക്ടറുടെ കൂടി നിർദ്ദേശം തേടിയ ശേഷമായിരിക്കും പോലീസ് നടപടി. 24 തൃശൂർ. എന്തായാലും ഈ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് കത്തി പടരുകയാണ് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും.